നമ്മൾ വിചാരിച്ചത് പ്രപഞ്ചം എങ്ങനെയുണ്ടായെന്ന് നമുക്ക് അറിയാമെന്നായിരുന്നു. എല്ലാം തുടങ്ങിയത് ഒരു ബിഗ് ബാങ്ങിൽ നിന്നാണ്. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടായത്. ഇതാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ആ ധാരണകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും ശക്തമായ കണ്ണുകൾ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ബഹിരാകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ശാസ്ത്രജ്ഞരെ പോലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ചിലത് അവിടെ ഉണ്ട്. നമ്മുടെ ഭൗതികശാസ്ത്ര നിയമങ്ങൾ തെറ്റാണോ? ഇന്ന് ടോക്കിത്രോണിക്സിൽ നമ്മൾ പരിശോധിക്കുന്നത് ജെയിംസ് വെബ് കണ്ടെത്തിയ ആ ഭയാനകമായ രഹസ്യമാണ്. ആദ്യം എന്താണ് ജെയിംസ് വെബ് എന്ന് മനസ്സിലാക്കണം. ഇതൊരു ടൈം മെഷീനാണ്. അതെ, സ്പേസിലേക്ക് നമ്മൾ എത്ര ദൂരേക്ക് നോക്കുന്നോ അത്രയും പുറകിലേക്കാണ് നമ്മൾ നോക്കുന്നത്. കാരണം പ്രകാശം സഞ്ചരിക്കാൻ സമയമെടുക്കും. ഹബിൾ ടെലിസ്കോപ്പിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള ജെയിംസ് വെബ് ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്തേക്ക് നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ബിഗ് ബാങ്ങിന് തൊട്ടു ശേഷമുള്ള ഇരുണ്ട കാലഘട്ടം കാണാനാണ് നമ്മളിത് അയച്ചത്. നക്ഷത്രങ്ങൾ എങ്ങനെയുണ്ടായെന്ന് കാണാൻ ശാസ്ത്രജ്ഞർ കാത്തിരുന്നു. പക്ഷെ അവർ കണ്ടത് അവരെ ഞെട്ടിച്ചു. ബിഗ് ബാങ് നടന്നിട്ട് വെറും 500 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞ സമയത്തേക്ക് വെബ് നോക്കി. അവർ പ്രതീക്ഷിച്ചത് ചെറിയ പൂർണ്ണരൂപമില്ലാത്ത കുഞ്ഞു ഗാലക്സികളെയായിരുന്നു. കാരണം അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ഗാലക്സികൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അവർ കണ്ടത് ഭീമാകാരമായ പൂർണ്ണ വളർച്ചയെത്തിയ ഗാലക്സികളെയാണ്. നമ്മുടെ മിൽക്കി വേയേക്കാൾ വലിയ ഗാലക്സികൾ. ഇത് അസാധ്യമാണ്. ഇത് നിലവിലെ നമ്മുടെ എല്ലാ കോസ്മോളജി മോഡലുകളെയും തകർക്കുന്ന കണ്ടെത്തലാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇതിനെ യൂണിവേഴ്സ് ബ്രേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് മുതിർന്ന മനുഷ്യന് ശരീരവലുപ്പം കിട്ടുന്നത് പോലെയാണ് ഇത്. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഒന്നുകിൽ യൂണിവേഴ്സിന്റെ പ്രായം നമ്മൾ കണക്ക് കൂട്ടിയ 13.8 ബില്യൺ വർഷങ്ങളല്ല, അതിലും കൂടുതലാണ്. അല്ലെങ്കിൽ തുടക്കകാലത്ത് നക്ഷത്രങ്ങളും ഗാലക്സികളും നമ്മൾ വിചാരിച്ചതിനേക്കാൾ 1000 മടങ്ങ് വേഗത്തിലാണ് ഉണ്ടായത്. ചില സയന്റിസ്റ്റ് പറയുന്നത് ഇവ സാധാരണ സ്റ്റാർസ് അല്ല, ഡാർക്ക് മാറ്റർ കൊണ്ടുണ്ടായ ഭീമാകാരമായ ഡാർക്ക് സ്റ്റാർസ് ആയിരിക്കാം എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് യൂണിവേഴ്സിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളൊക്കെ മാറ്റി എഴുതേണ്ടി വരുമോ? ജെയിംസ് വെബ് അതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോ ദിവസവും പുതിയ പുതിയ രഹസ്യങ്ങൾ പുറത്തു വരുന്നു. ചിലപ്പോൾ ഇതിലും വലിയ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകാം. യൂണിവേഴ്സിൻ്റെ ദുരൂഹതയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ബിഗ് ബാങ് തിയറി തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ നമ്മൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോവുകയാണ്, ചൊവ്വയിലേക്ക്. മാർസ് കോളനൈസേഷൻ്റെ ക്രൂരമായ മുഖം നാളെ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് അബയ് ഫ്രം റോണിക്സ് സൈനിങ് ഓഫ്.